ഹലോ നമസ്കാരം ചെങ്കളെ ഞാൻ ഇന്ന് പറയാൻ പോണത് ഡൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ് കേട്ടോ, ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെങ്കളെ, ഞാൻ ജിദ്ദയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു യു പിക്കാരുണ്ടല്ലോ, ഒരു യു പിക്കാരൻ എന്നും വരും. എന്നിട്ട് ഇങ്ങനെ സങ്കടം പറയും, ബായ് ഇവർ ഗിർഗിറാണ്, മനസ്സിൻ്റെ പ്രയാസമാണ്, എന്നും ഇങ്ങനെ മുഷ്കിലാണെന്നൊക്കെ പറയും. മുഷ്കിൽ പറഞ്ഞാൽ കുഴപ്പങ്ങളാണ്, പ്രയാസമാണ് മാനസികമായിട്ട്. എന്തോ ഇവരിങ്ങനെ നൊടിയാണ്, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പറയാണ്. മേഡവും അതേമാതിരി കുട്ടികൾ ഇവരൊക്കെ ഇങ്ങനെ നൊടിയാണ്. അപ്പം ഞാൻ പറയും, നീ സബൂറാക്ക്, ഒക്കെ ശരിയാവും, നമ്മൾ കുടുംബം മാറ്റാൻ വന്നതല്ലേ, നിൽക്ക് ഒക്കെ പറഞ്ഞിങ്ങനെ വിടും. പിന്നെ ഇവ ഇങ്ങനെ പ്രയാസം പറയും. പിന്നെയാണ് ഇവനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു വിയർപ്പിൻ്റെ ഒരു സ്മെല്ലാണ്. അപ്പം എനിക്ക് കാര്യം പിടികിട്ടി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇതൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഇവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ ഒരു കാര്യം ചെയ്യും, നീ രാവിലെ എണീറ്റാൽ ഒന്ന് ശരിക്കും വൃത്തിയായിട്ടൊന്ന് കുളിക്കുക, എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്പ്രേകളൊക്കെ കുറച്ച് ഞാൻ ഉപയോഗിച്ച ലാസ്റ്റ് കുറച്ച് ബോഡി സ്പ്രേ അതേപോലെ തന്നെ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത്. എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഇതൊക്കെ നടി, കുളിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ നടി. ഇനി നിൻ്റെ വകയായിട്ട് ഇപ്പോൾ പെട്ടെന്ന് വേണ്ട, അതിപ്പോൾ കുറച്ച് ദിവസത്തിനുണ്ടല്ലോ, അപ്പോഴേക്കും നീ എന്ത് ചെയ്യും, ഒരു ബോഡി ലോഷന്, ഒരു ബോഡി സ്പ്രേ, ഒരു ലാസ്റ്റിംഗ് ഉള്ള സ്പ്രേ. ഈ 5 റിയാൽ കടയിലത്തൊന്നും വേണ്ട, അതൊന്നും ലാസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരു ലാസ്റ്റിംഗ് ഉള്ള സ്പ്രേ മേടിക്കുക. എന്നിട്ട് ചെന്ന് എൻ്റെ ജോലി ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അവർ എന്ത് പറഞ്ഞാലും പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞു. ഇവനത് ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു, പോയി നല്ല ഹാപ്പിയാണ്. അപ്പം എന്താണ് പ്രശ്നം? തീർന്നു. പ്രശ്നം എന്താണ്, ഇവൻ അവിടുന്ന് നാട്ടിൽ നിന്ന് വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ജോലിക്ക് കയറി. അപ്പം എന്തായിട്ട് നാട്ടിലെ ടെൻഷനും കാര്യങ്ങളാകുമ്പോൾ ശരീരം ശ്രദ്ധിക്കൂല, റൂം ശ്രദ്ധിക്കൂല, ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തുള്ള ശ്രദ്ധ ഒന്നുമില്ല. നമ്മൾ ടെൻഷൻ അടിക്കും, അതിൻ്റെ ഇടയ്ക്ക് വരെ ടെൻഷൻ കൂടി കേൾക്കുമ്പോൾ പിന്നെ തീരെ മൂടുണ്ടാവില്ല. ഇനി ഇവ മാത്രമല്ല, അതേപോലെ മലയാളികളും ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ ടിപ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ ക്ലിയർ ആയവരുണ്ട്. അപ്പം നമ്മൾ വന്നൊരു 3 മാസം ഇവർ നമ്മളെ നല്ലോണം പരീക്ഷിക്കും. പല രീതിയിലും, ചിലപ്പോൾ ക്യാഷ് ഇട്ടുകൊണ്ട് ക്യാഷ് വണ്ടിയിലിട്ട് വരെ പരീക്ഷിക്കും, എല്ലാം നോക്കും. അപ്പം നമ്മൾ വരുമ്പം നമ്മൾ ക്ലിയറാണ്, ടെൻഷൻ മാറ്റുക. നമ്മൾ ഏതായാലും ഇങ്ങോട്ട് വന്നല്ലോ, പിന്നെ നാട്ടിലായി ആലോചിച്ച് ടെൻഷനായിട്ട് വലിയ കാര്യമില്ലല്ലോ. നമ്മൾ ജോലിക്ക് വന്നാൽ ആ ജോലി നീറ്റായിട്ട് എടുക്കുക, ടെൻഷൻ വിടുക. പലരും പറയും, ചിലവരിപ്പോൾ പുതിയ ആളല്ലേ, നീ എപ്പോഴാണ് വന്ന്, എത്ര സാലറി? 1500. 1500 ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ 2500 നീ എന്തിനാ ഇപ്പോൾ ഈ പണിയെടുക്കുന്നത്? അതൊന്നും നെവർ മൈൻഡ്, അത് കേൾക്കണ്ട. അതേപോലെ തന്നെ റൂം, ഈ റൂമിലാണ് നീ കിടക്കണത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് വന്ന പ്രയാസത്തിൻ്റെ ഉള്ളിൽ കൂടെ മാനസികമായിട്ടുള്ള പ്രയാസം. ഇവരെ പോലത്തെ ആളുകളെ നെവർ മൈൻഡ്, കേൾക്കുക മെല്ലെ, ഒരു ചെവി കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ വിടുക. അതായത് ഇതിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വരുമ്പോൾ നമുക്ക് സഹായിക്കാനൊക്കെ ആളുകളുണ്ടാവും, പരിചയപ്പെടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്സിൽ തന്നെ പലവിധ ആളുകളുണ്ടാവും. അപൂർവങ്ങളെ ഉണ്ടാവുള്ളൂ നല്ലത് പറഞ്ഞു തരുന്നതിൽ. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലതേ പറഞ്ഞു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, കേൾക്കുക, മറ്റുള്ള വിമർശനങ്ങൾ പറയുന്ന പോലെ തള്ളിവിടുക. പിന്നെ ഫസ്റ്റ് പ്രയാസങ്ങളൊക്കെ കുറച്ചുണ്ടാവും, അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയാണ്. ക്ഷമിച്ചോ, നമുക്ക് വിജയം ഉണ്ടാവും. കാരണം നമ്മൾ കുടുംബം പോറ്റാൻ വരുന്നതാണ്, കുട്ടികളെ പോറ്റാൻ വരുന്നതാണ്. പിന്നെ നമ്മൾ വരുന്നത് ഇവരെ ജോലിക്കല്ലേ. ആരാ നമുക്ക് ശമ്പളം തരുന്നത്? ഇവരാണ് ശമ്പളം തരുന്നത്. വെറുതെ 30,000 40,000 എണ്ണി തരൂലല്ലോ. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുമോ? വെറുതെ 40,000 30,000 ഒക്കെ കിട്ടൂല. അപ്പം ഇവർ നമുക്ക് ശമ്പളം തരുമ്പോൾ ഇവർ ചിലപ്പോൾ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ നീ വിളിച്ചിട്ട് നീ മുറ്റൊന്ന് കഴുകി, വണ്ടി ഒന്ന് കഴുകേണ്ടി വരും. നമ്മളിപ്പോൾ ജോലിക്ക് വന്നാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, വിസ തരുമ്പോൾ തന്നെ കരാറ് പറഞ്ഞ് ഉറപ്പിക്കണം. മുറ്റം കഴുകാണ്ടോ, വണ്ടി കഴുകാണ്ടോ, വൈഫൈ ഉണ്ടോ, ഇതൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് കരാർ ചെയ്ത് വരണം. അതിന് സാധിക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു വിസ കിട്ടി വരുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. തൊട്ട അയൽവാസി ചെയ്യണ്ടാവില്ല, ഓൻ പറയും ഇജ്ജ് എന്തിനാ കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ കമ്പിയാറ്റാൻ നിൽക്കുമ്പോൾ നമ്മളതിന് മറുപടി പറയണ്ട, നമ്മൾ കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ള പ്രതിഫലം എന്താണ് ചെയ്യേണ്ടത്? ചിരിച്ച് പുഞ്ചിരിച്ച് അതിൻ്റെ സോപ്പിട്ട് വാങ്ങിയെടുക്കുക. നമ്മൾ ചെയ്യുക, നമ്മൾ വാങ്ങിയെടുക്കുക. ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് ഗൗരവത്തിൽ നോക്കന്നെ ചെയ്യരുത്, അവർക്കത് ഇഷ്ടമല്ല. എപ്പോഴും പുഞ്ചിരിക്കണം മുഖം. ഞാൻ അവരെ മൂന്ത വീർപ്പിച്ചാലും നമ്മൾ പുഞ്ചിരിച്ചാൽ പുഞ്ചിരിയുടെ മുന്നിൽ അലിയാത്ത മനസ്സില്ല. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ
ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഈ മക്സലിൽ നിന്നൊക്കെ കിട്ടും. ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ കീസ് ഉണ്ടാവും. തുണി അലക്കി കൊണ്ടുവരുമ്പോൾ തരുന്ന കീസ്, ആ കീസിലാക്കി വെക്കുക ഡ്രസ്സ്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പുറത്തൊരു തുണി ഉണ്ടായിരുന്നു, ഒക്കെ ഈ കീസിലാക്കിയിട്ട് സെറ്റാക്കി വെക്കണം. അലമാര ഉണ്ടെങ്കിൽ ഉഷാറായിട്ട്. ഇപ്പോൾ എനിക്കൊക്കെ അലമാരയാണ്, ഫസ്റ്റൊന്നും അലമാരല്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വർക്കിംഗ് ഡ്രസ്സ് മാത്രം പുറത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തോ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അലക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫാബ്രിക് സോഫ്റ്റ്നർ. അലക്കി കഴിഞ്ഞിട്ട് ഒരു തുള്ളി ഒറ്റിച്ച് എടുത്ത് നോക്കി ഡ്രസ്സ്, എന്താ സ്മെല്ല്, നല്ല മണമായിരിക്കും. ഈ സ്പ്രേ ഒക്കെ മാറി നിൽക്കും. അതേപോലെ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ശരീരം വൃത്തിയാക്കുക. ഇപ്പോൾ ലീവ് ഉള്ളന്ന്, ഇപ്പോൾ അധികം ഈ പിന്നെ ഇവിടെയൊക്കെ വെള്ളിയാഴ്ചകളിലാണ് ലീവ്. വെള്ളിയാഴ്ച രാവിലെ തന്നെ നഖം വെട്ടി താടി അതും ഇതൊക്കെ വെട്ടി ക്ലിയറാക്കി അവനവൻ്റെ ശരീരം ശുദ്ധിയാക്കുക. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ലീവ് വെച്ചാൽ ലീവ് എന്നാണോ ആ ലീവുള്ള ദിവസം, ഇനിയിപ്പോൾ ഒരു ദിവസം ലീവില്ലെങ്കിൽ വെള്ളിയാഴ്ച എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഒഴിവ് നമുക്ക് കിട്ടും, ആ ടൈമിൽ ചെയ്യുക. അതേപോലെ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളും. റൂമും വൃത്തിയാക്കണം, നമ്മൾ കിടക്കണ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം, ബാത്റൂമും വൃത്തിയാക്കണം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ല സംതൃപ്തി ഉണ്ടാവും. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും, കൂട്ടത്തിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടും. കാരണം എന്താണ്, ഈ സ്വഭാവ രീതികളും നമ്മുടെ കാര്യങ്ങളൊക്കെ മാറുന്നതോടുകൂടി നമ്മൾ എന്തായി, ജോയിൻ്റായി. ഒരു 3 മാസം അവർ നമ്മളെ പരീക്ഷിക്കും. ഈ 3 മാസം കൊണ്ട് നമ്മൾ ക്ലിയറായി, അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടു. പിന്നെ എത്രയൊന്നും കഴിയാലും നന്നാകാത്ത ചില ആളുകളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ഏതായാലും ഇതിന് വന്നല്ലോ, പരമാവധി 1 വർഷം നിന്നിട്ട് നമുക്ക് മാറാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുക. ഏതായാലും തല്ലിക്കൊല്ലൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഒരു എക്സ്ട്രാ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ചെയ്യലെന്താ വെച്ചാൽ, എന്നോട് എക്സ്ട്രാ വർക്ക് പറഞ്ഞാലും ഞാനത് എടുക്കും, എന്നിട്ട് ഇവരോട് തന്നെ അത് മുതലാക്കും. എന്തെങ്കിലും രീതിയിൽ നല്ല മൂഡിൽ സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും പറയാണ്ടോ, അവർ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പറയരുത്. നല്ല മൂഡാകുമ്പോൾ അവർ നമ്മളോട് തന്നെ നല്ല രീതിയിൽ എളിമയോട് സംസാരിക്കും. ആ ടൈം നോക്കി നമ്മൾ പിടിച്ചിട്ട് നമ്മളെ കാര്യം പറയാം, അപ്പോൾ അത് കേൾക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ ഈ ജീവിതത്തിൽ നല്ല വളർച്ച ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ചങ്കളെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, അനുഭവ കഥകളുണ്ട്. അപ്പം അതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ബൈ.